തകർന്ന മനസ്സിന് ആരോഗ്യം. നെഹമ്യാ 2-ാം അധ്യായം 1 മുതൽ 20 വരെ. ധ്യാനത്തിനായിട്ട് 2-ാം വാക്യം. നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. പ്രായഭേദം കൂടാതെ എല്ലാവരെയും ബാധിക്കാറുള്ള ഒരു മനോരോഗമാണ് വിഷാദം. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന പലരുടെയും ജീവിതത്തിൽ മോഹഭംഗവും വിഷാദവും വിട്ടുപിരിയാത്ത കൂട്ടാളികളായിത്തീരുന്നു. യുവാക്കളെ മാത്രമല്ല, മധ്യവയസ്കരെയും വൃദ്ധജനങ്ങളെയും വിഷാദം പിടികൂടാറുണ്ട്. ചിന്താശക്തിയും ഭൗതികമായ സിദ്ധിവിശേഷങ്ങളും ഉള്ളവരെ കൂടി വിഷാദം പിടികൂടുമ്പോഴാണ് നാം പകച്ചു നിൽക്കുന്നത്. സർവ്വജനനീയമായ ഈ രോഗത്തിന് വിധേയമാകാത്തവർ വിരളമാണ്. പല കാരണങ്ങൾ കൊണ്ട് വിഷാദം നമ്മെ പിടികൂടാറുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോലും അതിന് പ്രേരകമായി ഭവിക്കാം. വേണ്ടത്ര കാറ്റും വെളിച്ചവും കയറാത്ത മുറികളിൽ വസിക്കുക, അമിതമായ ചൂടും തണുപ്പും ഉണ്ടായിരിക്കുക, കർണശല്യമുളവാക്കുന്ന ശബ്ദ കോലാഹലം, ഉറക്കക്കുറവ് ഇവയെല്ലാം വിഷാദത്തിലേക്ക് കാരണമായി തീരാവുന്നതാണ്. എന്നാൽ വിഷാദത്തിനുള്ള മുഖ്യ കാരണം മനഃശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ ഊന്നിയവയാണ്. മോഹഭംഗങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വൈയക്തിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മായാവിഭ്രാന്തിയിൽ നിന്നുള്ള മോചനം അഥവാ യാഥാർത്ഥ്യ ബോധത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇവയെല്ലാം മനസ്സിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയും നമ്മെ വിഷാദമൂകരാക്കി തീർക്കുകയും ചെയ്യുന്നു. ചില ജീവിത സാഹചര്യങ്ങളോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടുന്നില്ല. മനോഭാവത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ വിഷാദത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ചിലരിൽ ഇത് വിട്ടുമാറാത്ത വിഷാദരോഗമായി വേരൂന്നുന്നു. അവർ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിൻ്റെ സമനില തെറ്റിക്കുന്ന വിനാശകരമായ വിപത്താണ്. ചില മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ അമിതമായി ലാളിക്കുകയും അവരുടെ ഇഷ്ടമെല്ലാം സാധിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയുള്ള കുട്ടികൾ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് വളർന്നു വരുന്നത്. എന്നാൽ പുരുഷപ്രായത്തിലെത്തിയ ശേഷം തങ്ങൾ ആശിക്കുന്നതിന് വിപരീതമായുള്ള ജീവിത മേഖലയിലേക്കാണ് അവർക്ക് കടക്കേണ്ടി വരുന്നതെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തട്ടും മുട്ടും ഏൽക്കാൻ സന്നദ്ധരാകാതെ വിഷണ്ണരായിത്തീരുന്നു. പരീക്ഷണങ്ങളും ജീവിത നൈരാശ്യങ്ങളും മോഹഭംഗങ്ങളും നേരിടുമ്പോൾ നീതിരഹിതമായ പ്രവൃത്തിയിൽ അവർ അമർഷം കൊള്ളുകയും വിഷാദചിത്തരായി തീരുകയും ചെയ്യുന്നു. ചെറുപ്പത്തിൽ തന്നെ നാം ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധമുള്ളവരായി തീരേണ്ടതാണ്. ഭാവി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വിഷമതകളെ സുധീരം നേരിടുവാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രമദത അഭ്യസിപ്പിക്കേണ്ടത് ജീവിതത്തെ സുധീരം നേരിടുന്നതിനായി ആയിരിക്കുകയാണ്. മധ്യപ്രായത്തിലെത്തുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പരാജയങ്ങൾ, അപമാനങ്ങൾ, കഷ്ടതകൾ മുതലായവയിലേക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കി വിഷണ്ണരായിരിക്കാറുണ്ട്. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന പ്രമാണം സ്വീകരിച്ചുകൊണ്ട് കർമ്മോത്സുകരായി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഭാവി ജീവിതത്തെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാൻ കഴിയൂ. നമ്മിൽ തന്നെ ശ്രദ്ധയൂന്നിയുള്ള ജീവിതമാണ് പലപ്പോഴും നമ്മെ വിഷാദചിത്തരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരന്ത ദുഃഖങ്ങളുടെ ആഘാതം മൂലം ഉണ്ടായിട്ടുള്ള വിഷാദത്തിൽ മുഴുകി തങ്ങളിൽ തന്നെ കണ്ണുതൊട്ടിരിക്കുന്നവർ മറ്റുള്ളവരുടെ കഷ്ടതകളിലേക്കും ദുരിതങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുകയാണ് അവരുടെ വിഷാദ മൂകതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി. വിഭാര്യനായ ഒരു അധ്യാപകൻ്റെ കഥ അതിന് മതിയായ ദൃഷ്ടാന്തമാണ്. തൻ്റെ ജീവിത സഖിയുടെ വേർപാടിൽ ദുഃഖിച്ച് വിഷണ്ണനായിരിക്കുവാൻ അദ്ദേഹം തയ്യാറാകാതെ ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും ഒരു നിത്യ സന്ദർശകനായി തീർന്നു. മറ്റുള്ളവരുടെ കഷ്ടതകളിലും വേദനകളിലും അദ്ദേഹം പങ്കുചേരുകയും ദുഃഖിതരുടെ കണ്ണുനീരൊപ്പുന്നതിൽ നിർവൃതി കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുഃഖവും വേദനയും അകറ്റാൻ മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരുന്നതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു മാർഗമില്ലെന്ന് ആ അധ്യാപക ശ്രേഷ്ഠൻ കാണിച്ചു തരുന്നു. ഓർക്കണമേ, സഹാനുഭൂതി ഇല്ലാതെയുള്ള പരോപകാരം വ്യർത്ഥമാണ്. സദൃശവാക്യങ്ങൾ 12:25. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.